അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 കംസ് ടു ആൻ എൻഡ്. രണ്ടാമത്തെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ, മലയാളം ബിഗ് ബോസിലെ ചരിത്രത്തിൽ തന്നെ രണ്ടാമത്തെ പെണ്ണ് വിജയായിട്ട് വന്നിരിക്കുകയാണ്. ആൻഡ് കൺഗ്രാറ്റ്സ് ടു അനുമോൾ ഫോർ ബീങ് ദ ടൈറ്റിൽ വിന്നർ ഓഫ് ബിഗ് ബോസ് സീസൺ 7. ആൻഡ് എല്ലാവരും പറയുന്നത് പോലെ PR കൊണ്ട് മാത്രം ജയിച്ചു വന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ PR കൊടുത്തിട്ടുണ്ട്, 16 ലക്ഷത്തിൻ്റെ PR കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് കുത്തുന്ന ശൈത്യ സന്തോഷ് തന്നെയാണ്. ശൈത്യ സന്തോഷും അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇവർ പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. കൂട്ടുകാരികളാണെന്ന് പറഞ്ഞാൽ ആദില, നൂറ, ശൈത്യ, ഇവർ 3 പേരുമാണ് പ്രധാനമായിട്ടും അനുമോളുടെ കപ്പ് അനുമോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം പങ്ക് വഹിച്ചിരിക്കുന്നത് 3 പേരാണ്. ശൈത്യ, ആദില, നൂറ. ഇവരുണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ചിലപ്പം ഹനീഷിനായിരുന്നു കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ റീ എൻട്രി എന്ന് പറയുന്ന സംഭവം വന്നേ പിന്നെ ഒരു ദിവസമൊക്കെ നിർത്തുമായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വോട്ട്സ് അനുമോൾക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ റീ എൻട്രി 3-4 ദിവസം അവരവിടെ നിന്നപ്പോഴത്തേക്കിനും ആണ് പ്രധാനമായിട്ട് ഗെയിം ചേഞ്ച് ചെയ്തത്. അപ്പം വേണമെങ്കിൽ മെയിനായിട്ടുള്ള ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് ശൈത്യയെ തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പം അനുമോളുടെ വീട്ടുകാർ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിരിക്കേണ്ട ആള് ശൈത്യ സന്തോഷാണ്. ഒന്നും കളിക്കാതെയാണ് അനുമോൾ ഇവിടം വരെ എത്തിയത് എന്നൊരു രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു. ഒന്നും കളിക്കാതെ അവിടെയുള്ള ആർക്കും കപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്തെങ്കിലുമൊക്കെ കളിച്ചവർക്ക് മാത്രമേ അവിടെ കപ്പ് കിട്ടത്തുള്ളൂ. പിന്നെ ഈശ്വരാധീനം വേണം ഒബ്വിയസ്ലി. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഈ അർഹതയില്ല, അനുമോൾക്ക് അവിടെ നിൽക്കാൻ, ടോപ്പ് 5-ൽ നിൽക്കാൻ അർഹതയില്ല എന്ന് പറയുന്ന ആൾക്കാരും ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ മുഖം ആ സൈഡിലിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കാണായിരുന്നു. പ്രത്യേകിച്ച് അനുമോൾക്ക് ഈ കപ്പ് കിട്ടുമ്പോഴത്തേക്ക് അനുമോൾ ടോപ്പ് 2-ലേക്ക് മോഹൻലാൽ സാറിൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ആ മുഖം പോകുന്ന അതൊക്കെ കാണാമായിരുന്നു. ഭയങ്കര വ്യക്തമായിരുന്നു. അതോടുകൂടി തന്നെ മാത്രമല്ല പല പല കോണ്ടന്റുകളിലും ഇങ്ങനെ പറയുന്നുണ്ട് അനുമോൾക്ക് ഭയങ്കര എന്താ പറയുന്നത് നിലപാടില്ല, മൾട്ടി സ്റ്റാൻഡാണ് എന്ന് നൂറ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നൂറെ അതിൽ അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയത്? എൻ്റെ ദൈവമേ, ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പോരാ, മൾട്ടി സ്റ്റാൻഡ്, ബെസ്റ്റ് സ്റ്റാൻഡ്, എന്തൊക്കെ സ്റ്റാൻഡ്, കുറേ സ്റ്റാൻഡുകൾ ഇറക്കിയതാണ്. പെട്ടെന്ന് മാനിപ്പുലേറ്റ് ആവുന്ന 2 പേര്. അതായത് എന്താ അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള ഒരു 2 കുട്ടികളാണ് അവർ. ആര്? ആദില ആൻഡ് നൂറ. പിന്നെ ഇതിൽ തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെ പറ്റിയിട്ടാണ്. ലക്ഷ്മിയെ ഒരുപാട് ആൾക്കാർ എതിർത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്നപ്പോൾ. ലക്ഷ്മിയുടെ ചില നിലപാടുകൾ കൊണ്ട് തന്നെയാണ് എതിർത്തത്. പക്ഷെ എന്നാലും അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും മാത്രമല്ല ലക്ഷ്മി, ഒണിയിൽ, അബി, ഇവരെ പോലുള്ള കുറച്ച് പേര് മാത്രമാണ് എന്താ പറയുക അനുമോൾക്ക് സപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് റീ എൻട്രി എന്ന് പറയുന്നത് തന്നെ ഒരു അവിടെ നിൽക്കുന്ന എക്സിസ്റ്റിംഗ് കണ്ടസ്റ്റൻസിൻ്റെ മാനസികാവസ്ഥ തകർക്കാൻ വേണ്ടിയിട്ടല്ല അവരെ അവിടെ പറഞ്ഞു വിടുന്നത്. അവരെ ഭയങ്കര ഹാപ്പിയാക്കി കോൺഫിഡൻസ് കൊടുത്ത്, ഇത്രയും നാളും അവിടെയുള്ള ഒരു പ്രഷർ കുക്കർ പോലെ നിൽക്കുന്ന ആ അവസ്ഥയിൽ അവർക്കൊരു കോൺഫിഡൻസ് കൊടുത്ത് അവരെ ഒന്ന് ഹാപ്പി ആക്കുവാണ്. ഫിനാലേക്ക് മുമ്പ് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും കണ്ടസ്റ്റൻസിനെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. പക്ഷെ ഇവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവരുടെ പേഴ്സണലായിട്ടുള്ള ഗ്രഡ്ജസ് ഫുൾ ഇറക്കി വെച്ച് അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ എല്ലാമല്ല, അവിടെ നിൽക്കുന്ന അനുമോളെ പ്രത്യേകം ടാർഗറ്റ് ചെയ്ത് വന്ന് എല്ലാവരും കൂടെ ഒരു കൂട്ടമായിട്ട് ആക്രമിക്കുമ്പോഴത്തേക്കിനും എപ്പോഴും ജനങ്ങൾ കൂട്ടമായിട്ട് ആരെയാണോ ആക്രമിക്കുന്നത് ആ ഇരയ്ക്കാണ് കൂടുതൽ സപ്പോർട്ട് ജനങ്ങൾ കൊടുക്കുക. ഇവിടെ അതുതന്നെയാണ് വോട്ടിങ്ങിൽ കാണാൻ സാധിച്ചത്. അപ്പം ജനങ്ങൾ വിജയിച്ചു എന്ന് തന്നെ ഇതിൽ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും അവിടെ നിൽക്കുന്നവർ തന്നെ, അതായത് കണ്ടസ്റ്റൻസ്, അനുമോളുടെ കൂടെ മത്സരിച്ച ബാക്കി കുറേ കണ്ടസ്റ്റൻസ് പറയുമായിരിക്കും PR-കളാണ് ജയിച്ചതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല PR-കളാണ് ജയിച്ചതെന്ന്. PR-ന് ഒരു 50% മുകളിൽ തന്നെ പങ്കുണ്ട്. പക്ഷെ എന്നാലും അവസാനമായപ്പോൾ, പ്രത്യേകിച്ച് റീ എൻട്രിയുടെ സമയമായപ്പോൾ ഒരുപാട് വോട്ടുകൾ ഇവിടെ അനുമോൾക്ക് കയറിയേണ്ട കാരണം പ്രേക്ഷകർ തന്നെയാണ്. അനുമോളെ സത്യം പറഞ്ഞാൽ ആദ്യം തൊട്ടേ അനുമോളുടെ ഗെയിമിനോട് ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. എനിക്ക് തന്നെ എന്താ പറയുന്നത്,
ഇവരുടെ അടുത്ത് ഭയങ്കര ശൈത്യ, ആദില, നൂറ ഇവരുടെയൊക്കെ അടുത്ത് സത്യം പറഞ്ഞാൽ ഒരു പ്രത്യേക തരം ദേഷ്യം വരുത്താൻ വേണ്ടി സാധിച്ചത് ഇവരുടെ 3 പേരുടെയും ആക്ടിവിറ്റീസ് കാരണം. ഞാനും ചിന്തിച്ചു എങ്ങനെയെങ്കിലും അനുമോള് ജയിക്കണം എന്ന്, കപ്പ് നേടണം എന്ന് ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് കാര്യങ്ങൾ വഴി മാറ്റിയത് ഇവർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ശൈത്യയെ ഗെയിം ചേഞ്ചർ എന്ന് ആദ്യം വിശേഷിപ്പിച്ചത്. And congratulations to all contestants who have participated in Bigg Boss 7. And special congratulations to Anmol.